നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നുണ്ടാക്കാനായിട്ട് പോകുന്നത് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ യൂട്യൂബിലുള്ള വേറെ ഒരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കുന്നതല്ല, എനിക്ക് എന്തെങ്കിലും ഇത് വെച്ച് ക്യൂട്ടായിട്ടുള്ള സാധനം ഉണ്ടാക്കണം എന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ പഴയ പാത്രം എടുക്കാനായിട്ട് നോക്കുക. അതിലേക്ക് ഒരു 1.5 കപ്പ് കോൺഫ്ലവർ, പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഗ്ലൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോയിൽ ഫെവിക്കോളാണ്, അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിനൊന്നും കറക്റ്റ് അളവൊന്നും ഉണ്ടാവില്ല, ഒരു ഇതിലങ്ങ് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്കെന്തോ ഇങ്ങനെ കറക്റ്റ് അളവിലൊക്കെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ മടുപ്പ് തോന്നും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അതുകൊണ്ട് എന്തായാലും ഞാൻ വിനാഗിരി ഒഴിച്ചപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ക്ലേ വേണോ അതിനനുസരിച്ചെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യണം, കാരണം അതിലിങ്ങനെ കുറേ കട്ട വരും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പോക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരിവാകുമ്പോഴാണ് ഓയിൽ ചേർത്ത് കൊടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിലിപ്പോൾ വിനാഗിരി കൂടിയിട്ട് ആകെ കുഴഞ്ഞ് മറിഞ്ഞാണ് ഇരിക്കുന്നത്. എന്തായാലും മിക്സ് ചെയ്ത് ഒരു വിധമാകുമ്പോൾ നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ബോൾ പോലെ ആക്കുക. കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ടിട്ട് ഞാൻ ആ കുഴഞ്ഞ് മറയുന്നത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇതുണ്ടാക്കുന്ന എൻ്റെ കൈകളും പിന്നെ ഇതുണ്ടാക്കിയ സ്ഥലമൊക്കെ പൊടിയൊക്കെ ആയിട്ട് ആകെ കുളമായിട്ടുണ്ട്, കുറച്ച് വൃത്തികേടായിട്ടുണ്ട്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ അങ്ങനെയായി പോയതാണ്. പിന്നെ ഇത് ചെയ്യാനെടുക്കുന്ന പാത്രവും പിന്നെ എവിടെ നിന്നാണോ ചെയ്യുന്നത് ആ സ്ഥലമൊക്കെ ഇത് ചെയ്തു വരുമ്പോൾ പൊടിയൊക്കെ ആയി ആകെ അലമ്പാവുന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പാത്രം എടുക്കുക. അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ കുഴച്ചതാ എല്ലാം ഏകദേശം ലെവലായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ തൽക്കാലം വെക്കുന്നത് ഇങ്ങനത്തെ ഒരു കപ്പിലാണ്. ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ, അതാകുമ്പോൾ അധികം പറ്റി പിടിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്ലേ അതിൽ ഇട്ട് വെക്കാം. അപ്പോൾ എന്തായാലും സംഭവം സക്സസ് ആയിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കെങ്കിലും പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ താനങ്ങ് ശരിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇത് വെച്ച് ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.